രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ നായകനായി മാറുകയാണ്. 3 ദിവസത്തെ സന്ദർശനത്തിന് അമേരിക്കയിലെത്തിയ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് വൻ വരവേൽപ്പാണ്. പ്രവാസി സമൂഹവും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സാധാരണ ഇന്ത്യക്കാരും ചേർന്ന് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതാണ് ഇന്ന് കണ്ടത്. തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിൽ വളരെയധികം സന്തുഷ്ടനാണെന്ന് രാഹുൽ ഗാന്ധി അവിടെ വെച്ച് തന്നെ പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനായി അർത്ഥവത്തായ ചർച്ചകളിലും സംഭാഷണങ്ങളിലും ഏർപ്പെടാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് അദ്ദേഹം രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരി ആകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള മുന്നോട്ടുള്ള ഒരു പ്രയാണവുമായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അമേരിക്കയിലെ ഡാലസിലെ ഇർവിംഗ് ടൊയോട്ട മ്യൂസിക് ഫാക്ടറി പവലിയൻ ഓഡിറ്റോറിയത്തിൽ ഇന്ന് വൈകുന്നേരം ഒരു പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. അതിൽ പ്രവാസി ഇന്ത്യക്കാരെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. സെപ്റ്റംബർ 9-ാം തീയതി, അതായത് നാളെയും മറ്റന്നാളും വാഷിംഗ്ടൺ DC-യിലെ വിവിധ പരിപാടികളിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധി നടത്തുന്ന ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത്. അതുകൊണ്ട് തന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായി രാഹുൽ ഗാന്ധി എന്ന ഈ രാജ്യത്തിൻ്റെ പുതിയ നായകനെ വരവേൽക്കാൻ ആവേശപൂർവ്വമാണ് അമേരിക്ക കാത്തുനിന്നത്. രാജ്യത്തെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയിലേക്ക് മാറുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഇന്നത്തെ ഈ സ്വീകരണം. അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം.